പാർട്ടി കോട്ടകളിലെ വൻ തിരിച്ചടിക്ക് പിന്നാലെ കണ്ണൂർ CPIM-ൽ നേതൃമാറ്റത്തിനായി അണികളുടെ മുറവിളി കൂടുതൽ ശക്തമായിരിക്കുന്നു. അഴീക്കോട് P. ജയരാജനായി ഫ്ലെക്സ് ബോർഡ് ഉയർന്നു. പിണറായി വിജയന്റെ ശൈലിക്കൊപ്പം MV ഗോവിന്ദന്റെ വീഴ്ചകളും തോൽവിക്ക് കാരണമായെന്ന വിമർശനവും പാർട്ടിയിൽ ഉയരുന്നുണ്ട്. തളിപ്പറമ്പ് വിജയത്തിന് പിന്നാലെ കോടിയേരി ബാലകൃഷ്ണന്റെ വീട്ടിലെത്തി TK ഗോവിന്ദൻ. ഭാര്യ വിനോദിനി TK ഗോവിന്ദനെ സ്വീകരിച്ചു. വിവരങ്ങളുമായി അജീഷ് ജയകുമാറുണ്ട് കണ്ണൂരിൽ നിന്നും. അജീഷ്, നേരത്തെ TK ഗോവിന്ദൻ മത്സരിക്കുന്നതും പാർട്ടിക്കെതിരായി ജയിച്ചു വരുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോഴും ആ ഘട്ടത്തിൽ അന്ന് ആ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ ബിനീഷ് കോടിയേരിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്നത് നേതൃത്വത്തിന്റെ ഈ ഏകാധിപത്യ പ്രവണതകൾക്കെതിരായിട്ടാണ് ഈ ഫലം വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം ആ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു. എന്തായാലും ഇപ്പോൾ വീണ്ടും ബിനീഷിന്റെ വീട്ടിലേക്ക്, കോടിയേരിയുടെ വീട്ടിലേക്ക് ഗോവിന്ദൻ എത്തുന്നു. അവിടെ അവരെ ഭാര്യ വിനോദിനി സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ അത് ഒരു സാധാരണ സന്ദർശനം എന്നതിനപ്പുറത്തേക്ക് അതിന് ചില രാഷ്ട്രീയ മാനങ്ങൾ കൂടിയില്ലേ? ഉറപ്പായിട്ടും. കാരണം അല്പസമയം മുമ്പാണ് ഇരുവരും കോടിയേരിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. വ്യക്തിപരമായ സന്ദർശനം എന്നാണ് TK ഗോവിന്ദൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഭാര്യ രമണിയും ഒപ്പമുണ്ടായിരുന്നു. അവിടെ കോടിയേരിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ അവർ ഭാര്യ വിനോദിനി ബാലകൃഷ്ണനെയും മകൻ ബിനീഷ് കോടിയേരിയും അടക്കം കണ്ടു. അതിന് മുന്നിലുണ്ടായിരുന്ന കോടിയേരിയുടെ പ്രതിമയ്ക്ക് പുഷ്പാർച്ചനയും ഇരുവരും നടത്തിയിരുന്നു. അതിൽ പ്രധാനമായും അവർ പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു സന്ദർശനമാണെന്ന് പറയുമ്പോൾ പോലും തളിപ്പറമ്പിൽ ഉജ്ജ്വലമായ ഒരു വിജയത്തിന് ശേഷമാണ് അദ്ദേഹം ഈ കോടിയേരിയുടെ വീട്ടിൽ അല്പസമയം മുമ്പ് എത്തിയത്. നേരത്തെ തന്നെ അദ്ദേഹം രാജിവെച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ്, കോടിയേരി ആയിരുന്നു സംസ്ഥാന സെക്രട്ടറി എങ്കിൽ കണ്ണൂരിൽ ഈ ഒരു ഗതി ഉണ്ടാകില്ലായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. CPM നിലവിലെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം ആ പ്രതികരണം നടത്തിയത് പോലും. എന്തായാലും ഈ സന്ദർശനത്തിൽ വലിയ രാഷ്ട്രീയമാനമുണ്ട്. എന്തായാലും വ്യക്തിപരമായ സന്ദർശനമാണ്. അധികം ആരെയും അറിയിക്കാതെയായിരുന്നു അദ്ദേഹം പോയി സന്ദർശനം നടത്തിയത്. കോടിയേരിയുമായി വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് പതിറ്റാണ്ടുകളായി ബന്ധമുണ്ട്. കോടിയേരി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ ആണ് അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത് പോലും. എന്തായാലും CPM നേതൃത്വത്തിന് നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുമ്പോൾ CPM പ്രവർത്തകർക്കിടയിൽ ഈ നിലവിലെ നേതൃത്വത്തിനെതിരെ വലിയ വികാരമുണ്ട്. ആ വികാരം കുറച്ചുകൂടി അത് കൂടുതൽ പ്രവർത്തകരെ തങ്ങളോടൊപ്പം നിർത്താൻ കൂടി വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ സന്ദർശനത്തെ കാണുന്നത്. എന്തായാലും അല്പസമയം മുമ്പായിരുന്നു സന്ദർശനം നടന്നത്. അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മടങ്ങുകയും ചെയ്തു. ശരി, അജീഷ് ജയകുമാറാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.